ഈ അരി ഉണ്ടല്ലോ, ചോറ് വെച്ചാൽ ഒരു ടേസ്റ്റും ഇല്ലാത്ത അരിയാണ്. ഈ ചോറ് വെച്ചാൽ ടേസ്റ്റ് ഇല്ലാത്ത അരി ഉണ്ടായാൽ അത് നമുക്ക് ചോറ് വെക്കാനേ ഇഷ്ടമുണ്ടാവില്ല. അത് എത്ര കറിയും കൂട്ടാനുണ്ടായാലും ചോറ് തിന്നാനൊന്നും മനസ്സിലാവില്ല. അപ്പം അങ്ങനത്തെ അരി നമുക്ക് ചിലപ്പോഴൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ ഓണക്കിറ്റിൽ സ്കൂളിൽ നിന്നൊക്കെ ഓണത്തിൻ്റെ ടൈമിലൊക്കെ കിട്ടാറുണ്ടല്ലേ. അപ്പം അങ്ങനെ കിട്ടിയ അരിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇനിയും കിട്ടിയെങ്കിൽ എന്ന് കരുതുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് വീണ്ടും വീണ്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കിടുക്കാച്ച് വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ഗ്ലാസ് ചോറ് വെക്കുന്ന നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പുഴുങ്ങലരിയാണ് എടുത്തുക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ബക്കറ്റിൽ ഇവിടെ ആകെ ഒരു 6 കിലോ അരിയെ കിട്ടുള്ളൂ. പക്ഷെ 6 കിലോ അരി കിട്ടുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്ത് സ്പെഷ്യലാണ് ഓണത്തിൻ്റെ അരിയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസയും കൂടി കൂട്ടിയിട്ട് വാങ്ങി. മക്കളെ പെട്ട്. പക്ഷേ ഞാൻ അതുകൊണ്ട് നല്ലൊരു ഐഡിയ കണ്ടുപിടിച്ചാണ് കേട്ടത്. ഇത് നിങ്ങളെ വീട്ടിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടാവും. ഇനിയിപ്പോൾ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ സാധാരണ ചോറ് വെക്കുന്ന അരി കൊണ്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കേണ്ടി. ചിലപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി തീർന്നു പോയാൽ നമുക്ക് സങ്കടമായിരിക്കും അല്ലേ. ഒരുപാട് കത്തിക്കണ്ട, പെട്ടെന്ന് ചോറായി കിട്ടും. നല്ല വൈറ്റ് കളർ നല്ല മഴയുള്ള ചോറൊക്കെ ആവും. ഒരുപാട് കൂട്ടാനൊന്നുമില്ലെങ്കിലും നമുക്ക് ചോറ് കഴിക്കാം. പക്ഷെ ഇതുപോലെ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നമുക്ക് റാഹത്താവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചോറ് വയ്ക്കുന്ന സമയത്ത് ഒരു സുഖം ഉണ്ടാവില്ല. ഏതായാലും ഞാനിതാ ഒരു 2-3 പ്രാവശ്യമൊക്കെ നല്ലോണം വെള്ളം വെച്ചിട്ട് തന്നെ കഴുകുക കേട്ടോ. പിന്നെ സ്മെല്ലൊന്നുമില്ല, നല്ല സ്മെല്ല് തന്നെയാണ്. ചിലപ്പം ഒരു ബാഡ് സ്മെല്ലുള്ള അരിയൊക്കെ കിട്ടില്ലേ. ചോറൊക്കെ തളിച്ചാൽ എന്തോ അടുക്കളയൊക്കെ ചെല്ലാൻ പറ്റാത്ത സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെ ബാഡ് സ്മെല്ലൊന്നുമില്ല, കളർ ചേഞ്ചേ ഉള്ളൂ. പിന്നെ ചോറ് വെച്ചാലൊരു കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറവും. ഏതായാലും ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകുക. നല്ലോണം വെള്ളം ഒഴിക്കപ്പോൾ ഏതായാലും വേനൽക്കാലം അല്ലല്ലോ, നല്ല വേനൽക്കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം കുറച്ച് കരുതൊക്കെ വേണം. അപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയതാ. ഇപ്പോൾ ഏകദേശം കുറച്ചൊരു കളർ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് നല്ല വൈറ്റ് കളർ ആവും കേട്ടോ. ഇപ്പം ഈ ഓണൊക്കെ കഴിഞ്ഞ ടൈമിൽ വീട്ടിൽ 3-4 കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പിന്നെ ഈ മഞ്ഞക്കാർഡും അങ്ങനെല്ലാം കൂടെ ആകുമ്പം ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം ഒരുപാട് അരി ഉണ്ട് എന്നൊക്കെ. മഞ്ഞക്കാർഡിന് ഇഷ്ടം പോലെ അരി ഉണ്ടാവുമല്ലോ. പിന്നെ ആ വീട്ടിലൊരു 3-4 മക്കളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ സ്കൂളിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്താ അറിയില്ല കേട്ടോ, ഇതിൻ്റെ സ്കൂളിൽ നിന്ന് അരി കിട്ടിയിട്ടില്ല. അതിപ്പോൾ എന്താ കാരണം എന്നറിയില്ല. അങ്ങനെ ഗ്രൂപ്പിൽ വന്നോ ഒന്നും കണ്ടതുമില്ല. എല്ലാത്ത സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അരി കിട്ടണമെന്ന് പറയല്ല, ഈ അരി കൊണ്ട് തന്നെ മനുഷ്യൻ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെ അരി എത്ര കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഞാൻ അരി കഴുകിയതിന് ശേഷം ഇതാ നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഒരു സ്റ്റെയിനറിലേക്കൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ചെരിച്ച് വെക്കുക. ഇനി പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. എങ്ങനെ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഊറ്റി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നല്ല കോട്ടൺ തുണി ഇട്ടിട്ട് നല്ലോണം തുടച്ചെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതുപോലെ സ്റ്റെയിനിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ നേരെ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഡവറിൻ്റെ മേലെ വെക്കലോട്ടോ വേണ്ടത്. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് തടഞ്ഞു നിൽക്കാൻ വേണ്ടി വെച്ചാൽ നല്ലോണം കുത്തനെ നമ്മൾ അരി നിൽക്കും. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ഇതിലുള്ള വെള്ളം ഉറ്റി പോകും. അങ്ങനെ നമ്മളൊരു മണിക്കൂറോ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ ഇങ്ങനെ വെച്ചോളൂ കേട്ടോ. അതിൻ്റെ മുഴുവൻ വെള്ളം ഉറ്റി പോയിട്ട് ഒലർന്ന് നിൽക്കട്ടെ. ഞാനിപ്പോൾ വലിയൊരു സമയമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അത്യാവശ്യം വെള്ളമൊക്കെ പോയി അത്യാവശ്യം ഒരു നനവൊക്കെ കുറച്ചൊരു ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നല്ലോണം ഡ്രൈ ആയിട്ടുള്ള ജാർ എടുക്കുക, മിക്സിൻ്റെ ജാർ. അത് കുഞ്ഞ് ജാർ എടുക്കുക കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാവില്ലോ നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെയുള്ള ജാറ്. അങ്ങനെ ആകുമ്പോഴാണ് ഇത്. പിന്നെ നമ്മളെ വീട്ടിൽ മിക്സിക്ക് ഇപ്പോൾ 3 ജാറുണ്ടാവും. അതിൽ നടുവിലുണ്ടാവും ഒരു ജാറ്. അതിലിട്ടാലും അത്യാവശ്യം നല്ലോണം പൊടിഞ്ഞൊക്കെ കിട്ടും. പക്ഷെ അത് ഞാനെപ്പോഴും ഉപയോഗിച്ച് അത് പെട്ടെന്ന് കേടായി പോയിട്ടുണ്ട്. പിന്നെ ഇത്തുള്ള ജാറ് കുഞ്ഞ് ജാറാണ്. അപ്പോൾ ഈ കുഞ്ഞ് ജാറിൽ ഒരു 1/2 ഗ്ലാസ് വെച്ചിട്ട് പൊടിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പ് ചേർക്കണമെങ്കിൽ ലേശം ചേർത്ത് കൊടുക്കട്ടെ, ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സായിട്ട് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, ഞാൻ ഈ അരി മാത്രം ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. പക്ഷേ ഈ ഒരു 1.5 ഗ്ലാസ് അരി ഉണ്ടല്ലോ പൊടിച്ചെടുത്താൽ ഒരുപാട് പൊടി ഉണ്ടാവും.
അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മതി എന്നുണ്ടെങ്കിൽ അരിൻ്റെ അളവ് കുറച്ചോളി കേട്ടോ. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ വെള്ളത്തിട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കണം എന്നുള്ള രീതിയിൽ കഴിഞ്ഞു. കാരണം ഇത്ര പൊടിച്ചപ്പോൾ തന്നെ ഇത് അത്യാവശ്യമായിട്ടുള്ള പൊടി ഇതാ നല്ലോണം ഉണ്ട്. എന്താ പറയുക, നമ്മൾ മില്ലിലൊന്നും കൊണ്ടുപോയി പൈസ ചിലവാക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് അരി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പൊടിഞ്ഞ് കിട്ടാനുള്ള ഐഡിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കറണ്ട് ബില്ലാവൂലെന്ന്. അതൊക്കെ എന്തായാലും ഒരിത്തിരി ഒരു സിമ്പിളല്ല. ഒന്ന് കറക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊടിഞ്ഞൊക്കെ കിട്ടും. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്ക് അരക്കണ പോലെ അരച്ച് ഒരുപാട് നേരം അരക്കൊന്നും വേണ്ട, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അരി പൊടിക്കുന്ന സമയത്ത് ഓരോ വട്ടവും മിക്സിൻ്റെ ജാർക്ക് ഇങ്ങനെ ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ വലിയ ജാറുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒറ്റയടിക്കാൻ ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഫസ്റ്റിലെ ജാറുണ്ടാവും, നമ്മൾ ജ്യൂസൊക്കെ അടിക്കണ ജാറ്, അരിയൊക്കെ വെള്ളം കൂട്ടി അരച്ചെടുക്കുന്ന ജാറ്, അതിൽ ശരിക്കും അങ്ങോട്ട് പൊടിയില്ല കേട്ടോ. അതിൻ്റെ ബ്ലേഡും മൂർച്ചും ഒക്കെ മാറ്റം ഉണ്ടാവും. ഓരോ ജാറിനും ഓരോ രീതിയിലാണ് മൂർച്ച ഉണ്ടാവുക. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിൽ വലിയൊരു വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം 2-3 പ്രാവശ്യമായിട്ട് ഉറ്റിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. നമുക്ക് സാധാരണ നമ്മൾ പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിയിട്ടുള്ള പുട്ട് ചുടുമ്പോൾ ഒരുപാട് വെള്ളം, ദോശമാവ് പോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി നോക്കുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ കുതിർത്ത് നോക്കുമ്പോൾ നനവുണ്ടാവില്ല, നല്ല ഒരുപാട് പൊടിയായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. പക്ഷേ ഇതങ്ങനല്ല കേട്ടോ. ഇത് നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് ആ കറക്റ്റ് പൊടി തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിന് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. പിന്നെ ആണെങ്കിൽ വെള്ളത്തിരി ചേർക്കണുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ വെള്ളം പാകമായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളിത് ഒന്ന് കൂട്ടി പിടിച്ച് വെക്കും. നമ്മൾ ചോറ് ഉരുട്ടൂല അതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ നല്ലോണം ഉരുണ്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കറക്റ്റാണ് കേട്ടോ. ഒരുപാട് വെള്ളം ആക്കേണ്ട. ഇതിപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഈ ചാക്കേരി കൊണ്ട് എന്ത് ചെയ്താലും നമ്മൾ സാധാരണ പച്ചരി വെച്ചിട്ട് ചെയ്യുന്ന പോലെയല്ല, ഒരു അടിപൊളി വെറൈറ്റി രുചി തന്നെ ആയിരിക്കും. ഇതുകൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കിയിട്ട് പക്ഷെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കണം. ഇതിന് വേവിൻ്റെ കറക്റ്റ് അറിയണം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ വെള്ളം കൂടാൻ പാടില്ല, കുതിരൽ കൂടാൻ പാടില്ല. പിന്നെ നമ്മളിതിങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിന് അംശം ഈ അരിയിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്കിത് നല്ല ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് അതും അടിപൊളി ടേസ്റ്റോട് കൂടി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പുട്ട് ചുടാൻ വേണ്ടി പോവാണ്. അപ്പോൾ 2 കുറ്റി ഉണ്ട് എൻ്റെ അടുത്ത്. ഒന്ന് നല്ല വണ്ണമുള്ള നല്ല അലുമിനിയത്തിൻ്റെ കുറ്റിയാണ്, ഒന്ന് സ്റ്റീൽ കുറ്റിയാണ്. അപ്പോൾ സ്റ്റീൽ കുറ്റി ചുടണീന് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ അതിൽ വണ്ണമില്ലാത്ത പുട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ആദ്യം ഈ പഴയ കുറ്റിയിൽ തന്നെ ചുടുമ്പോഴാണ് ഒരു നല്ലൊരു ഇതൊക്കെ തോന്നുന്നു, നല്ല വണ്ണമുള്ള നല്ല പുട്ട്. പിന്നെ ഒരുപാട് കൊള്ളും ചെയ്യും, പെട്ടെന്ന് നമ്മളെ പരിപാടി തീരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പുട്ടും കുറ്റിയിലാണ് ഇപ്പോൾ ചുടുന്നത്. പിന്നെ തോനൊക്കെ പുട്ട് ചുടാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ 2 കുറ്റി ഉപയോഗിക്കാം. നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ രാവിലെ നമ്മൾ ഏട്ടത്തികളും അനിയത്തികളും കുട്ടികളെല്ലാവരും കൂടെ ഓരോ സ്കൂൾ ഫുഡിലൊക്കെ വന്ന് നിൽക്കുമല്ലോ, അപ്പോഴൊക്കെ ഞാൻ 2 കുറ്റി വെച്ച്, കാരണം 2 കിലോ കൂട്ടിയോണ്ടൊക്കെ ചിലപ്പോൾ ചൂടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ കുറച്ച് തോനെ അപ്പോൾ 2 കുറ്റിയൊക്കെ എടുക്കും. പക്ഷേ ഞാൻ എപ്പോഴും എടുക്കുന്ന കുറ്റി ഇതാണ്, ഈ അലുമിനി കുറ്റി. നല്ലൊരു സുഖമാണ് ഇത് ഈ പുട്ട് ഇട്ടുണ്ടാക്കുമ്പോൾ. പിന്നെ ഒരു എന്താണെന്നറിയില്ല, മനസ്സിനൊരു റാഹത്തുദ്ദീനാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തേങ്ങ ഒക്കെ ഇട്ടിട്ട് ചുടുക. പിന്നെ എന്താ അറിയോ, ഞാൻ ഇങ്ങനെ ഈ ഒരു അരിയോണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ കറി 7 അയലത്ത് പോലും കാട്ടൂല കേട്ടോ. പക്ഷെ കറി ഉണ്ടാക്കും, നല്ല കടലക്കറി, ചിക്കൻ കറി, ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹസ്ബൻഡും ഇതൊക്കെ കൂട്ടും. പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് നല്ല ചൂടോട് കൂടി ഒരു പഴം ഒന്നും ചേർക്കാതെ ഇങ്ങനെ വെറുതെ കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു അരിൻ്റെയും എല്ലാം കൂടി ഒരു കറക്റ്റ് രുചി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാ പുട്ടൊക്കെ ചുട്ട് മാഷാഅല്ലാഹ് അടിപൊളി പുട്ടാണ് കേട്ടോ. 1 രൂപ പോലും നമുക്ക് ചിലവാക്കണ്ടല്ലോ ഇത് പൊടിച്ചുകൊണ്ടിരുന്ന. പിന്നെയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ അരി ഒരുപാട് കിട്ടുമ്പോൾ കഴുകി ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം പൊടിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ നമ്മളത് വറുത്ത് വെക്കേണ്ടി വരും. വെയിലത്തിടാതെ തന്നെ വെള്ളത്തിൽ നിന്ന് വാരി ഒലർന്നിട്ട് കൊണ്ടേക്കാണ്ട് പൊടിച്ചിട്ടിരുന്നവരുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വറക്കേണ്ടി വരും.
വറക്കണം, അല്ലെങ്കിൽ ചിലവർ ഫ്രിഡ്ജിൽ വെക്കും, കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ പൊടിയെല്ലാം കൂടെ പണി കിട്ടും. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല, പൈസ ഒന്നും ചിലവാക്കാതെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് തലേന്ന് രാത്രിയിലെ കറി വെള്ളത്തിട്ടിട്ട് രാവിലെ നല്ലോണം കഴുകി ഊറ്റി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ലൊരു രുചിയാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോകൾ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ മലപ്പുറം ഇത് ഫോളോ ചെയ്യാത്തതിൽ ഫോളോ ചെയ്യുക. അസ്സലാമു അലൈക്കും.